ചർച്ചയിൽ ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, CPM പ്രതിനിധി VK സനോജ്, BJP പ്രതിനിധി VV രാജേഷ്, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം VK സനോജിലേക്കാണ്. സനോജ്, ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണം. ഒരു ചതി ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. ആ രാഷ്ട്രീയ ചതിക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രധാന ശത്രു PV അൻവർ ആണോ? ഞങ്ങളുടെ പ്രധാന ശത്രു UDF ആണ്. ഞങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന എല്ലാ വലതുപക്ഷ ശക്തികളുമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ശത്രുവായി പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഇന്ന് നിലമ്പൂരിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനാരവം നിങ്ങളുൾപ്പെടെ കണ്ടതാണ്. അപ്പം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേവരെ ഇത്രമാത്രം പങ്കാളിത്തമുണ്ടായിട്ടുള്ള, ജനങ്ങളാകെ ഒഴുകിയിട്ടുള്ള ഒരു അനുഭവം മുന്നേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായി ചതിച്ച് പോയവർക്ക്, വികസന വിരുദ്ധത മുന്നോട്ട് വെക്കുന്നവർക്ക് എല്ലാമുള്ള ശക്തമായ വിധിയെഴുത്തായി, താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയും അതുതന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് അപ്പോൾ ചർച്ചാ വിഷയം? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൻവർ ശബ്ദിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. നാളെ ഇപ്പോൾ പത്രികാ സമർപ്പണം, പിന്നീട് അത് പിൻവലിക്കുമോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം നിരന്തരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഓരോ ഡോസ് ഗുളിക എന്ന പോലെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പ്രതികരണം വരട്ടെ എന്നാണ് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്. നിങ്ങൾ അൻവറിൻ്റെ വാക്കുകളോട്, അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളോട് ഇനി മിണ്ടേണ്ടതില്ല, അത് അവഗണിച്ച് തള്ളാം എന്നൊരു നിലപാടിലേക്ക് എത്തിയോ സനോജ്? അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന കാലത്ത് മാത്രമേ അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളൂ. കാരണം അൻവർ ഞങ്ങളുടെ കൂടെയാണ്. അൻവറിനെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിലപാട് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അൻവറിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടുമില്ല. പിന്നെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് അൻവറിൻ്റെ ചില പ്രസ്താവനകളും ഞങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അൻവർ ഇപ്പോൾ ആർക്കാ പ്രശ്നം? അൻവർ ഇപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത് UDFനാണ്. UDFൻ്റെ ചില നേതാക്കൾ കുറേ ദൂതന്മാരെ അയച്ചല്ലോ. ഇപ്പോൾ VD സതീശനും ഈ ഷാഫി പറമ്പിലും കൂടി ചേർന്നിട്ടാണ് ആ പാവം രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി വേഷം മാറിയിട്ട് ഈ ഗേറ്റിന് ഇറക്കി വിട്ടത്. ഷാഫിയുടെ കാറിൽ ഇറക്കി വിട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ കാറിൽ കൊണ്ടുപോയി അൻവറിൻ്റെ ഗേറ്റിൽ ഇറക്കി വിട്ട ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ പുറത്തു വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തെ ഞങ്ങൾ അയച്ചതല്ല എന്നൊക്കെയുള്ള നിലപാട് ഇവർക്ക് എടുക്കേണ്ടി വന്നത്. എന്തായിരുന്നു ഗീർവാണം, എന്തായിരുന്നു വെല്ലുവിളി? അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലേ? അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടും പൊതുയോഗത്തിൽ പറഞ്ഞും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആവേശം കൊണ്ട് പ്രസംഗിച്ചുമെല്ലാം നിന്ന യുവ നേതാവിൻ്റെ യഥാർത്ഥ മുഖം വ്യക്തമായല്ലോ. എന്തിനാ അങ്ങനെ പോകുന്നത്? UDFിൻ്റെക്കില്ല എന്ന് പറഞ്ഞ ഒരാളടുത്തേക്ക്, UDFനെ തള്ളിക്കളഞ്ഞ ഒരാളടുത്തേക്ക്, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ച ഒരാളടുത്തേക്ക് കാല് പിടിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടി കാല് പിടിക്കുന്നു? കാല് പിടിക്കുന്നത് VD സതീശനാണ്. സതീശൻ്റെ ഏജൻ്റായിട്ട് കാല് പിടിക്കാൻ ഒരു നാണവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ രാത്രി ഒളിഞ്ഞും പതുങ്ങിയും വേഷം മാറി, പതിവ് വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം ധരിച്ച് അവിടെ പോയി. അത് കയ്യോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളമാണ് അൻവർ ഒരു പ്രശ്നം. അൻവർ ഇല്ലാതെ UDFന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അൻവറിൻ്റെ ധൈര്യത്തിലാണ് UDF നിൽക്കുന്നത്. അപ്പോൾ അൻവർ എന്ത് സ്വീകരിക്കുന്നു എന്നതെല്ലാം UDFനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അൻവർ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും അൻവറിനെ അങ്ങോട്ട് അടർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പറെ പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അൻവർ ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തു നിന്ന് പുറത്തുപോയ ആളാണ്. അൻവർ ഞങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഷാഫി ചാലിയം, അൻവർ UDFന് ഒരു പ്രശ്നമാണ് അല്ലേ? അതുകൊണ്ടാണോ അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നണി തള്ളിക്കളഞ്ഞു, ഇനിയൊരു ചർച്ചയില്ല എന്ന പ്രഖ്യാപനം നടത്തിയ ശേഷം രാത്രി പോയി കണ്ടത്? അത്
നേതാക്കൾ അറിഞ്ഞിട്ടാണോ? നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തള്ളുകയാണ്. ചില നേതാക്കളെങ്കിലും അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷവും അൻവർ കൂടി വരട്ടെ, അൻവർ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസക്കുറവല്ലേ ഷാഫി ചാലിയം? അൻവറിനെ ആരും കാണാൻ പാടില്ല എന്ന വിലക്കൊന്നും യു ഡി എഫിലില്ല. അൻവറിനുമായി ചർച്ച നടത്താൻ യു ഡി എഫ് ആരെയും നിയമിച്ചിട്ടുമില്ല. ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹം അൻവറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരും ഏൽപ്പിച്ചതല്ല, അത് രാഷ്ട്രീയപരവുമല്ല. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് അൻവറിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ രാഹുലിന് വേണ്ടി അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിന്മാറി. ആ നിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും അൻവറും തമ്മിൽ വ്യക്തിബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്ത് അൻവറിനോട് വ്യക്തിപരമായി എന്തെങ്കിലും ഉപദേശിക്കാൻ രാഹുലിനുണ്ടെങ്കിൽ രാഹുൽ അതാണ് ചെയ്തത്. ശ്രീ ഷാഫി ചാലിയം, മനസ്സിലാകാത്തത് വ്യക്തിബന്ധമൊക്കെ പല നേതാക്കളും തമ്മിലുണ്ട്. ഇപ്പോൾ CPM-ലെ പല നേതാക്കളുമായിട്ടും അൻവറിന് വ്യക്തിബന്ധമുണ്ടാകും. ഇപ്പോൾ സ്വരാജും PV അൻവറൊക്കെ സുഹൃത്തുക്കളാണ് എന്ന് വെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അൻവറിനെ കാണരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അൻവറുമായി ഇനി ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ച ദിവസം എന്നുള്ളത് കൊണ്ടാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ അക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത്. ഇനി വേണ്ട ചർച്ച, ഇനി അൻവറുമായിട്ട് ഒരു ചർച്ചയ്ക്കും ആരും പോകേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത ശേഷം എങ്ങനെയാണ് ഒരു സൗഹൃദ സന്ദർശനത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന രൂപത്തിൽ രാഹുലിന് പോകാൻ സാധിക്കുക? അത് രാഹുൽ തന്നെ വ്യക്തമാക്കിയില്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്മൃതിക്ക് രാഹുലിനെ വിളിച്ച് ചോദിച്ചുകൂടെ? അല്ല ഇവിടെ ചർച്ചയ്ക്ക് രാഹുലിനെ ഇരുത്തിക്കൂടെ? ഇന്നെന്തിനാ വിളിച്ചത്? രാഹുൽ തന്നെ അതിൻ്റെ കൃത്യമായി അതിൻ്റെ വിശദീകരണം പ്രസിനോട് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പാർട്ടി അത് തെറ്റായിട്ടാണ് കാണണമെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം സമ്മതിച്ചു. അതോടുകൂടി ആ വിഷയം ഇവിടെ ക്ലോസ് ആയില്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തിനു കണ്ടു കാണാൻ പോയത് ശരിയായില്ല എന്ന് VD സതീശൻ പറഞ്ഞു. ശേഷം ഞാൻ കണ്ടത് തെറ്റായിട്ടാണ് പാർട്ടി കാണണമെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, പാർട്ടി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് തെറ്റായി കാണുന്നു അയാളും പറഞ്ഞു. പിന്നെ നമ്മൾ ഈ വൈകുന്നേരം ഇരുന്നിട്ട് നാലാൾ എന്താക്കാനഞ്ഞി? വേറെ വല്ലതും ചോദിക്കും സ്മൃതി. നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും അൻവർ എന്ന വിഷയത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ട് നിലമ്പൂർ. നിഷേധിക്കാൻ പറ്റുമോ ഷാഫി ചാലിയം? ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അൻവർ 2 തവണ അവിടുന്ന് MLA ആളാണ്, അറിയല്ലോ. CPM എന്ന പാർട്ടിക്ക് അവിടെ 10-35 കൊല്ലക്കാലം കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. ആര്യാടൻ മുഹമ്മദായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അവിടെ ഒരു 10-60,000 താഴെ വോട്ടേ CPM-നുള്ളൂ. ആ വോട്ട് തന്നെ പരമാവധി നേടാൻ സ്വരാജിന് സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പിന്നെ അഡീഷണൽ വോട്ടുകൾ അൻവർ കൊണ്ടുവന്ന വോട്ടാണ്. അത് അൻവർ നിന്നാൽ അൻവറിലേക്ക് പോകും. കഴിഞ്ഞ തവണ VV പ്രകാശിന് കിട്ടിയ വോട്ടാണ് UDF വോട്ട്. ആ VV പ്രകാശിന് കിട്ടിയ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അൻവർ അപ്പുറം പോയി മത്സരിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും കെടുതി ഉണ്ടാവുകയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിനെ ശാസ്ത്രീയപരമായി അവിടുത്തെ വോട്ടിംഗ് പാക്കേജിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് UDF വിശ്വസിക്കുന്നു. അൻവർ അധ്യായം എന്തായി നമ്മളെ എല്ലാ നേതാക്കളും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ ഒന്നും എനിക്ക് പുതുതായി ഒന്നും അൻവർ വിഷയത്തിൽ പറയാനില്ല. ശരി, ശ്രീ VV രാജേഷ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ് എന്ന ചർച്ചയായിരുന്നു നിങ്ങൾ തുടക്കമിട്ടത്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനില്ലായിരുന്നു, BDJs ആയിട്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു നേതാവിനെ, കഴിഞ്ഞ 1 മാസം മുൻപ് വരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നേതാവായിരുന്ന ഒരാളെ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നു. പാർട്ടിയിൽ അംഗത്വം നാളെ കൊടുക്കാനിരിക്കുകയാണ്. ഇതൊരു ഗതികേടാണ് VV രാജേഷ്. എന്താ താങ്കൾ കണ്ടതിലുള്ള ഗതികേട് എന്താ? ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു വൻ ചതിയിലൂടെ കേരളത്തിലെ ജനങ്ങളെ ചതിച്ചതിലൂടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് അനാവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. യാതൊരു വ്യത്യാസവുമില്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം, ഞങ്ങൾ മത്സരിക്കണം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്നവർ വോട്ട് ചെയ്യണ്ടേ? അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയെ, അവിടെ പതിറ്റാണ്ടുകളോളം പൊതുപ്രവർത്തന രംഗത്ത് നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇന്നലെ വരെ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ PV അൻവറിനെ LDF-ന്റെ സ്വതന്ത്രനാക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലല്ലേ മുമ്പ് പ്രവർത്തിച്ചിരുന്നത്?
ഇപ്പോൾ അദ്ദേഹം UDF-ൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടില്ലേ ഇടയ്ക്ക്? അപ്പോൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ പല പാർട്ടികളും ചേരാറുണ്ട്. അതല്ല, സ്ഥാനാർത്ഥി ആയതിനു ശേഷം നാളെ അംഗത്വം എടുക്കാൻ പോകുന്നു എന്നതാണ് അതിലെ തമാശ. അല്ല, സ്ഥാനാർത്ഥിയാകുന്ന ആളിന് അംഗത്വം കൂടിയേ തീരൂ എന്നൊന്നും പാർട്ടി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. വൈകിട്ട് അംഗത്വം എടുത്തു. ഞങ്ങൾ ജനപിന്തുണ നാളേക്ക് വെച്ചില്ല. ഞങ്ങൾ ജനപിന്തുണയുള്ള അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് രാഷ്ട്രീയ നിലപാട് ഏറ്റവും യോജിക്കുന്ന അവിടുത്തെ പ്രത്യേകിച്ചും മലയോര മേഖലയിലെ ജനങ്ങൾക്ക്, അവിടെ ഇപ്പൊ കണ്ണൂരും മലപ്പുറത്തും ഒക്കെ നിലമ്പൂരിലൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? താങ്കൾ തന്നെ പറഞ്ഞു, കരടിയും പുലിയും ഇറങ്ങുന്ന നാട്ടിലും താങ്കൾ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മലയോര ജനങ്ങളുടെ കുടിയേറ്റ മേഖലയിലെ ജനങ്ങളുടെ ഒക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നിയമസഭയിൽ പ്രതിഫലിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള അവിടെ നല്ല പൊതുസമ്മതനായിട്ടുള്ള ഒരു നേതാവിനെ ഞങ്ങൾ കണ്ടെത്തി, ഒരു വ്യക്തിയെ കണ്ടെത്തി. ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളിൽ ആത്യന്തികമായി ആരാണ് തീരുമാനമെടുക്കേണ്ടത്? വി രാജേഷ്, താങ്കൾ ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നമൊക്കെ പറഞ്ഞു വളരെ നന്നായി. അതിൽ ആത്യന്തികമായി ആരാണ് നടപടി എടുക്കേണ്ടത്? അല്ല, ആത്യന്തികമായി നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങൾ നടപടി സ്വീകരിക്കണം, ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം. കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ചില നിയമങ്ങൾ എന്താണ്? വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. ആത്യന്തികമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ വെടിവെക്കാനാകൂ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. മനുഷ്യജീവനാണോ മൃഗത്തിന്റെ ജീവനാണോ പ്രധാനം എന്നുള്ള പ്രശ്നം വരുമ്പോൾ മൃഗത്തിന്റെ ജീവനാണ് എന്നാണ് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിയമം മാറ്റാൻ തയ്യാറാകുന്നില്ല. കേരളത്തിലെ സാഹചര്യം എത്ര തവണ അവിടെ പോയി അവതരിപ്പിച്ചിട്ടും അതിന്മേൽ ഒരു തരത്തിലും അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലെങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുക? വി രാജേഷ്, ഞാൻ പറഞ്ഞത് മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളും ഒക്കെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് വന്യമൃഗം ഇറങ്ങിയെന്ന് കരുതിയിട്ട് ഗവൺമെന്റിനെ ഉടൻ തന്നെ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കയറ്റി നിയമം മാറ്റുവാനോ അങ്ങനെയുള്ള നാട്ടടപ്പം നമ്മുടെ രാജ്യത്തിലില്ല. അത് വേറൊരു വിഷയമാണ്, ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി കൃത്യമായിട്ട് ആ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ വിഷയങ്ങൾ പറയുവാനും ശുദ്ധമായി നല്ല രാഷ്ട്രീയം പറയാനും. ഇവിടെ എന്താ സ്മൃതി, ഞാൻ ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിലേക്ക് ഒന്ന് പൊയ്ക്കോട്ടെ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു PV അൻവർ കേരളത്തിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. LDF-ഉം പിണറായി വിജയനും അല്ലേ കേരളത്തിലെ ജനങ്ങളെ ചതിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള മൂല്യവും കാത്തുസൂക്ഷിക്കാത്ത, പൊതുപ്രവർത്തന രംഗത്ത് ഒരു മൂല്യവും കാത്തുസൂക്ഷിക്കാത്ത PV അൻവറിനെ പോലുള്ള ഒരാളുടെ ഒരു സീറ്റ് കൈയടക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും CPM-ലെ സാധാരണക്കാരായ പ്രവർത്തകരെ, ആദർശശുദ്ധിയുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ചതിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിലെ 10 പരവതാനി വിധിച്ചുകൊണ്ട് PV അൻവറിനെ നിയമസഭയിലേക്ക് ആനയിച്ചത് 2 തവണ. അദ്ദേഹം വർഷങ്ങളോളം അസംബ്ലിയിൽ പോലും ഹാജരാകാതെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായിട്ട് വിദേശ രാജ്യങ്ങളിലായിരുന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ഉൾപ്പെട്ട CPM നേതാക്കന്മാരിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് തലയ്ക്കും ദിവസം വിളിച്ചുകൊണ്ടുവന്ന ഒരു പത്രിക കൊടുപ്പിച്ച് രണ്ടാമത് മത്സരിപ്പിച്ചത് ചതിച്ചത് CPM LDF-ഉം ആണ് കേരളത്തിലെ ജനങ്ങളെ ചതിച്ചത്. രണ്ടാമതെന്താ സംഭവിച്ചത്? PV അൻവറും LDF സർക്കാരുമായിട്ട് കോഴിക്കോട് എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പിടിക്കുന്നതിനുള്ള തർക്കം മൂത്തപ്പോഴേക്കും PV അൻവറിന് ഒരു രക്ഷയുമില്ല അതിനകത്ത് നിൽക്കാൻ. ആ സമയത്ത് VD സതീശന്റെ സംഘവും അൻവറിന് ഇന്ധനം പകർന്നുകൊണ്ടിരുന്നു. പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങളിവിടെ താങ്കളെ സ്വീകരിച്ചോളാം. തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അൻവറിനെ അവർക്ക് താങ്ങില്ല. അൻവറിനെ എടുത്തു വച്ചു കഴിഞ്ഞാൽ UDF എന്നുള്ള സംവിധാനം തന്നെ തകർന്നു പോകും എന്ന് മനസ്സിലാക്കി. അപ്പോഴേക്ക് അവരിൽ അൻവറിനെ ചതിച്ചു. അപ്പോൾ ആദ്യം പിണറായി വിജയൻ കേരളത്തെ ചതിച്ചു, രണ്ടാമത് അൻവർ LDF-നെ ചതിച്ചു, അൻവറിനെ VD സദസ്യൻ ചതിച്ചു. അങ്ങനെ ഉപോൽപ്പന്നമല്ലേ അൻവർ പറയുന്ന ഒരു ചതി എന്ന് പറയുന്നത് MR അജിത് കുമാറും RSS നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ്. അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാരെ അല്ല പിന്നെ എന്തിനാ അംഗീകരിക്കാതിരിക്കുന്നത്? ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സംഘടനയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പലരോടും, ഉദ്യോഗസ്ഥരോട്, മാധ്യമ പ്രവർത്തകരോട്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരോടൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളുമായി എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഒപ്പീനിയനുള്ള CPM നേതാക്കന്മാർ ഉൾപ്പെടെ ഞങ്ങളുടെ സമ്പർക്കത്തിന്റെ ഭാഗമായിട്ട്
എം.ആർ. അജിത് കുമാർ ഒരു പോലീസ് ഓഫീസറാണ്. അല്ല, ഞാൻ അദ്ദേഹത്തിന് നേതൃത്വം എങ്ങനെയാണ് മാത്രമല്ല, ADGP ആണ്, ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാണാറുണ്ട്. കാണാൻ സാധിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഒരു പോലീസ് ഓഫീസർ ഞങ്ങളുടെ ഒരു നേതാവിനെ കാണണം, താങ്കളോട് എനിക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സംസാരിക്കാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കാണാൻ പറ്റില്ല എന്നും പറയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് യാദൃച്ഛികമായി നടന്ന എന്തോ ഒരു കൂടിക്കാഴ്ചയാണ്, അല്ല പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല അത്. പക്ഷേ അല്ല, ഒരു പ്രാവശ്യം ഞങ്ങൾ ഒന്നുമല്ലല്ലോ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു പ്രാവശ്യമൊന്നുമല്ലോ സംഘടനയുടെ കൂടിക്കാഴ്ച. നേതാക്കൾ ഒരു പ്രാവശ്യമല്ല കൂടിക്കാഴ്ച, ഒരു നേതാവുമായിട്ടുമല്ല കൂടിക്കാഴ്ച. കേട്ടല്ലോ സനോജ്, ഇതാണ് എം.ആർ. അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള BJPയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണം കിട്ടിയിട്ടില്ലല്ലോ. സ്മൃതി, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സ്മൃതി, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ചെയ്യൂ. അതായത് ഞങ്ങൾ ഈ രാജ്യത്തെ വലിയൊരു സംഘടനയാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ വലിയൊരു സംഘടനയാണ്. 100 കണക്കിന് IPS ഓഫീസർമാരും IAS ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ ഞങ്ങളുടെ ഗവൺമെന്റുകൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ ഗവൺമെന്റുകളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെന്റുമായിട്ട് പ്രവർത്തിച്ചോളൂ. IPS ഓഫീസർ ഞങ്ങളുടെ സംഘടനയുടെ നേതാവിനെ കാണണം. ഗവൺമെന്റുമായിട്ട് പ്രവർത്തിക്കുന്നു, കേന്ദ്ര നേതാക്കളെ കാണുന്നു, നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരെ കാണുന്നു. അതിലിപ്പോൾ തർക്കം പറയാൻ പറ്റില്ല. RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ചാണ് ചോദ്യം. RSS ആണോ ഭരിക്കുന്നത്? RSS നേതാക്കന്മാർ പൊതുസമൂഹത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ്. അവർ സമൂഹത്തിലുള്ള പല ആൾക്കാരെയും ആശയപരമായി സമ്പൂർണമായും വിയോജിക്കുന്നവരെ പോലും കണ്ട് സൗഹാർദ്ദ ആശയപരമായി നിങ്ങൾ നന്നായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഈ ആശയപരമായ സ്വാധീനം കേരളത്തിലെ പോലീസിലുമുണ്ട്. RSSന്റെ സ്വാധീനം, ഇതാണ് പ്രധാനപ്പെട്ട ആരോപണമെന്നേ. സനോജ്, മറുപടി പറയാൻ സമയമായി. സനോജ്, അത് ഞങ്ങളുടെ മിടുക്കന്നേ, അത് ഞങ്ങൾ ആ മിടുക്കാണ്. അത് ഞങ്ങളുടെ ആ മിടുക്കിനെ കുറിച്ച് സനോജിന്റെ മറുപടി. അല്ല, RSSന്റെ നേതാക്കന്മാരെ കാണുന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ നേരത്തെ കണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. RSS എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തപ്പെടേണ്ട സംഘടന എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഒഫീഷ്യലായിട്ട് സന്ദർശനമല്ല, വ്യക്തിപരമായ നിലയിൽ RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. RSS ഇന്ത്യയിൽ നിലവിൽ നിരോധിക്കപ്പെട്ട സംഘടനയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ, പ്രത്യേകിച്ച് ഒരു IPSകാരനിൽ നടപടിയെടുക്കാൻ അതിൻ്റേതായ ചില നിയമങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ RSSുമായി യോജിക്കുന്നതിനോടോ RSSുമായി എന്തെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനോടോ RSSനെ ഏതെങ്കിലും തരത്തിൽ അവരെ ചേർത്ത് നിർത്തുന്നതിനോടോ ഞങ്ങൾക്ക് യോജിപ്പില്ല. അതൊക്കെ എല്ലാ കാലത്തും CPIM സുവ്യക്തമായ നിലപാട് സ്വീകരിച്ച സംഘടന തന്നെയാണ്. അതിലൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പോൾ ആ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യമൊക്കെ നമുക്കറിയാം. ഏതായാലും RSS എന്താണെന്നും RSSനോടുള്ള CPM നിലപാടാണെന്നും ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? എന്താണ് നിയമപരമായി ചെയ്യാൻ വേണ്ടി കഴിയുക? ശരി, അതിലൊരു നിസ്സഹായാവസ്ഥയാണ് താങ്കൾ പ്രകടമാക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. എന്ത് ചെയ്യാൻ വേണ്ടി സ്മൃതി തന്നെ പറയൂ. ശരി, പ്രതികരിക്കാമല്ലോ, ശക്തമായി പ്രതികരിക്കാം. ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഓഫീസർ നമുക്ക് വേണ്ട എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. RSSനെതിരായി CPM-ന്റെ മാത്രമല്ല അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നതിലാണ് ശ്രദ്ധ. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ പ്രത്യേക RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ താഴെയിറക്കാൻ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾ, ഒന്നാം UPA, രണ്ടാം UPA ഗവൺമെന്റ്, ഇതൊന്നും ചരിത്രത്തിലുണ്ട്. സ്മൃതി, വാജ്പേയി ഗവൺമെന്റ് എന്തുകൊണ്ട് തുടർച്ചയുണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് CPM നിലപാട്. അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലും RSSനെതിരായി ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ശരി ശരി, ഷാഫി ആദ്യം. സ്മൃതി എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എം.ആർ. അജിത്ത് കണ്ടെത്തിനാ ഗവൺമെന്റ് പറയുന്നത്? അല്ല, അതായത് രാജേഷ്, ഞാനൊന്ന് പറയട്ടെ. ഈ കണ്ടത് RSS അല്ല. നിരോധിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളാണ് ADGPയുമായി ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയതെങ്കിൽ രണ്ടുപേരുടെ അഭിപ്രായം എന്താ? BJPൻ്റെയും CPM-ൻ്റെയും? അതൊന്ന് വ്യക്തമാക്കി നിങ്ങൾ കണ്ടോളൂ. കേട്ടില്ലേ? ഞാൻ ആവർത്തിക്കണോ? രണ്ടു കൂട്ടർക്കും മിണ്ടാനിടല്ലേ. ഇതിപ്പോ ഏതായാലും ഒരു വർഗീയമായ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. ഇപ്പോൾ നിരോധിത സംഘടനയാണല്ലോ. അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീർ റൂമി, PV അൻവർ ആരുടെ ചതിക്കെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്? ഇവിടെ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം.
സനോജ് ഇവിടെ പറഞ്ഞു RSS നിരോധിത സംഘടനയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് എന്താ കണ്ടാ കുഴപ്പം എന്നുള്ള ഈ ജനറലൈസേഷൻ പൊതുവിലുള്ള ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ആളുകളുടെ പൊതു മൈൻഡ് സെറ്റാണ് എന്ന നിലവിലുള്ള അതാണ് ആത്യന്തികമായി അൻവർ ഉയർത്തിയ രാഷ്ട്രീയം. നമ്മൾ പോലീസിനകത്ത് ഉള്ള RSS വൽക്കരണത്തെക്കുറിച്ചും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ സംഘപരിവാറും വർഗീയ ശക്തികൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തെക്കുറിച്ചുമാണ് അൻവർ ആദ്യം ഉയർത്തിയ രാഷ്ട്രീയം. ബാക്കിയെല്ലാം മാറ്റിവെച്ചാൽ ആ രാഷ്ട്രീയത്തിനെതിരെ മുന്നണി പോരാളിയായി മുന്നോട്ട് വരിക എന്നുള്ളതായിരുന്നു അൻവർ ഉദ്ദേശിച്ചത്. അതിനകത്ത് നിരവധി വിഷയങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇല്ല, ഇത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയിട്ട് മറുപടി പറഞ്ഞോളൂ. ഞാൻ പറയാത്തൊരു കാര്യമാണ്. അല്ല, ഞാൻ പറയാത്തൊരു കാര്യം ഇത് പറഞ്ഞു കഴിയട്ടെ, ബാക്കി നിങ്ങൾ മറുപടി പറയാം. ഓക്കെ, അത് തിരുത്താൻ സമയമുണ്ടല്ലോ, തിരുത്താൻ സമയമുണ്ട്. സ്വാഭാവികമായിട്ടും അല്ല, പറയട്ടെ. ശരി പറയൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, ബാക്കി നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് പറയാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ പോലീസിനകത്തെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനകത്തെ സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ചാണ് ആദ്യം മുതൽ അൻവർ ഉയർത്തിയ രാഷ്ട്രീയം. അതിനെ ചതിയായി കാണുന്നതും വഞ്ചനയായി കാണുന്നതും ഏത് മുന്നണിയാണെങ്കിലും അതിലേക്ക് വരാൻ ഞാൻ ചോദിച്ചോളൂ. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഈ RSS രാഷ്ട്രീയത്തിനെതിരെയൊക്കെ ഇപ്പോൾ വാദോരാതെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ MLA സ്ഥാനമൊക്കെ രാജിവെച്ചത്. ചെന്നെത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലാണല്ലോ. തൃണമൂലിന് NDA അങ്ങനെ തൊട്ടുകൂടാത്തൊരു മുന്നണിയൊന്നുമല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പമോ അല്ലയോ എന്ന് വ്യക്തമായി അറിയാത്ത അവസ്ഥയിലാണ്. നേരത്തെ NDAയുടെ ഭാഗമായിരുന്നിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ BJPയോട് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. സ്മൃതി, ബംഗാളിലെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ വർത്താനം പറയരുത്. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആരാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബേസ്? അവിടുത്തെ മുസ്ലിം സാമാന്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്ന മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടാണ് തൃണമൂൽ കോൺഗ്രസ്. ആ വിഷയമല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച. അപ്പം ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയുണ്ട്, ഇവിടെ ആർക്കും തൊട്ടുകൂടായ്മയല്ല. CPM ഒരു കാലത്ത് ജനസംഘത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടില്ലേ? ഇത് ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച വിടൂ. നമ്മളെപ്പോഴത്തെ ചർച്ച എന്താ? കേരളത്തിലെ RSS വൽക്കരണത്തെക്കുറിച്ച്, പോലീസിലെ RSS വൽക്കരണം, അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ റിദാൻ ബാസിൽ വധം എവിടെ എത്തി? രണ്ട്, നമ്മൾ കേരളത്തിലെ കുറച്ച് കാലമായി ലോകസഭ ഇലക്ഷന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ പ്രസംഗങ്ങൾ നോക്കൂ, എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരാൾ പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. വേറൊരാൾ ഹിന്ദു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു ആ മലപ്പുറത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്നത്. ഇങ്ങനെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഈ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് സംഘപരിവാറിൻ്റെ മലബാർ ഓപ്പറേഷന്റെ ഭാഗം. തുടക്കം മുതലേ ഇത് PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ആരുടെ ചതിക്ക് എതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്? ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഒടുവിൽ അവസാനിക്കുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കൂ എന്ന് PV അൻവറിനോട് പറയാൻ തോന്നുകയാണ്. ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഉടച്ചു വാർക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു പിണറായിസത്തിനെതിരെ നിലപാടെടുത്ത് വരുമ്പോൾ UDF എടുക്കേണ്ട ചില സമീപനങ്ങൾ, അല്ലെങ്കിൽ അൻവറിന് നേരത്തെ സെൽവരാജൊക്കെ ചെയ്ത പോലെ നേരെ UDF ആയിട്ട് ചർച്ച നടത്തി UDFൻ്റെ MLA ആയി മത്സരിച്ചാൽ മതിയല്ലോ. അത് മാറ്റിയിട്ട് പുതിയൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകണം. UDF അത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവപരമായ സമീപനം എടുക്കണം എന്ന സമീപനമാണ്. ഈ രാഷ്ട്രീയത്തെ ഉടച്ചു വാർക്കാനാണ് അൻവർ നിൽക്കുന്നത്. ഒരു സംശയം വേണ്ട, അൻവർ ഇവിടെ ജയിക്കും, അൻവർ മുന്നോട്ട് പോകും. അല്ല, അൻവർ ജയിക്കാനുള്ള ഘടകം എന്താണ്? അൻവർ എല്ലാവരെയും ഉടച്ചു വാർക്കാനും എല്ലാവരെയും തിരുത്താനും നടക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഈ പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് സഖാക്കൾക്ക് എന്ന് പറഞ്ഞു തുടങ്ങി ആ നീണ്ട വാർത്താ സമ്മേളനം. അതിനിടയിൽ IPS, IFS, IRS ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വന നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷവും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, പത്രത്തിൽ പരസ്യം ഒന്നും ചെയ്യാതെ അതങ്ങ് ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കിക്കൊണ്ട് ആ വന നിയമ ഭേദഗതി ബിൽ പാസ്സായി എന്ന്. ആണോ? പാസ്സായോ? അറിയില്ല, എനിക്ക് അറിയില്ലേ?
അത് നോക്കേണ്ട വിഷയമാണ്. അല്ല, നോക്കേണ്ട വിഷയം ചെല്ലല്ല. എന്താണ് ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഒരു വാർത്താ സമ്മേളനത്തിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ, കാരണം അവിടെ മലയോര കർഷകരുടെ വോട്ടാണല്ലോ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ സംരക്ഷകനായി അദ്ദേഹം അവതരിക്കുകയാണല്ലോ. അങ്ങനെ അവതരിക്കുമ്പോൾ ഈ കള്ളം പറഞ്ഞിട്ടാണോ വോട്ട് മേടിക്കുക? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയമം നടപ്പിലായി കഴിഞ്ഞോ? അല്ല, സ്മൃതി അതിനകത്ത് അൻവർക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ആ നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷം അറിയാതെ ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കി അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അൻവർ ഒരു മിനിറ്റ്, അത് ഒരു സാങ്കേതികത്വമൊന്നുമല്ല. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. നിങ്ങൾ കള്ളം പറഞ്ഞ് വോട്ട് മേടിക്കരുത്. നിങ്ങൾ വന നിയമ ഭേദഗതി ബിൽ ഇവിടെ പാസ്സായി എന്ന് പറഞ്ഞു. ഇവിടെ ഇത് ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം എതിർത്തു. അത് സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് പാസ്സായി എന്ന് പറയുന്നത്? അൻവർക്ക് ഉയർത്തിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കള്ളം പറഞ്ഞു ഇവിടെ വനനിയമത്തെ കുറിച്ചും വന്യജീവി പ്രശ്നം. ഒരു മിനിറ്റ്, വന്യജീവി തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മലയോര കർഷകർക്ക് വേണ്ടി ഒരു ദിവസം ജയിലിൽ കടന്ന മനുഷ്യന്റെ പേരെന്താ? MLA ആയിരിക്കുമ്പോൾ ജയിലിൽ കടന്ന മനുഷ്യന്റെ പേരാണ് അൻവർ. ഒരു സംശയം വേണ്ട. ഞാൻ പറയുന്നത് മലയോര കർഷകരുടെ രക്ഷകൻ തന്നെയാണ്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ വിടൂ. നമുക്ക് ഇപ്പം ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും UPAയും ഇവിടെ NDAയും ഒക്കെ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അൻവർക്ക് ആ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഒരു തെറ്റ് വന്നെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കോ? നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഇടതുപക്ഷം എന്ത് ചെയ്തു, ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു. ഞങ്ങൾ ഉയർത്തിയ വിഷയത്തിന് പകരം മറ്റൊരു ചോദ്യം ഇങ്ങോട്ട് തരാതെ, മറ്റൊരു വിഷയം ഇങ്ങോട്ട് പറയാതെ, ഞങ്ങൾ ഉയർത്തിയത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അതന്നെ പറയുന്നത്. ഞങ്ങൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഉന്നയിക്കുക? അങ്ങനെയല്ലോ. നിങ്ങൾക്ക് മലയോര കർഷകരുമായി ബന്ധപ്പെട്ട കാര്യം പറയാം, ജയിലിൽ പോയ കാര്യം പറയാം, ഇതൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ ബിൽ പാസ്സായി എങ്ങനെ പറയും? ആ വിഷയം ഇപ്പം നിലനിൽക്കുന്നില്ലേ? ഒരു മിനിറ്റ്, അതിന്റെ സാങ്കേതികത്വം വിടൂ. ആ ബിൽ പാസ്സായില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അത് പാസ്സായില്ല, പക്ഷെ ചർച്ച എന്താ? ആ വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇവിടുത്തെ മലയോര കർഷകരും മലയോര മനുഷ്യർക്കും പ്രതിസന്ധി ഉണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മലയോര കർഷകർക്കും മലയോര മേഖലയിലെ മനുഷ്യർക്കും വലിയ പ്രതിസന്ധിയുണ്ട്, വന്യജീവി അക്രമത്തിന്റെ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. മലയോര കർഷകർക്ക് ഇവിടെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് പറയാമെന്നേ. കളവ് പറഞ്ഞിട്ടല്ല തുടങ്ങേണ്ടതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അത് പ്രശ്നമില്ല. ഇങ്ങനെ ആയിരിക്കില്ലേ ഓരോ നേതാക്കൾക്കെതിരെയും വ്യക്തിപരമായി നടത്തുന്ന അധിക്ഷേപങ്ങളും? അല്ലേ? അതിന്റെ അന്തസത്ത ഉള്ളി പൊളിക്കുന്ന പോലെ പൊളിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും അവസാനം കിട്ടുക? ഒരു മിനിറ്റ് സ്മൃതി, ധൈര്യമായിട്ട് പൊളിച്ചോളൂ. ഒരു കൺസെന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. ഞങ്ങൾ അന്ന് പറഞ്ഞ നേതാക്കൾക്കെതിരെ ആർക്കെതിരെ ഇവിടെ വ്യക്തിപരമായി ഉന്നയിച്ചത്? ഞങ്ങൾ ഇവിടെ ആർക്കെതിരെയും വ്യക്തിപരമായി ഞങ്ങൾ വ്യക്തിപരമാണോ? ഒരു മിനിറ്റ്, ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇന്ന് അൻവർ പറഞ്ഞ വിഷയങ്ങൾ എന്താ? ആര്യാടൻ ഷൗക്കത്ത് നടത്തി, വ്യാപാരി പറ്റിച്ചു പറഞ്ഞില്ലേ? അത് നിലമ്പൂരിലെ വ്യാപാരി വ്യവസായികൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? അവര് പറഞ്ഞു അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അൻവറിന്റെ പേര് പറഞ്ഞില്ല, ഷൗക്കത്തിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളൂ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇവിടെ PV അൻവറാണ്. ഇവിടെ M സ്വരാജ് നടത്തിയിട്ടില്ല. ഇവിടെ മാന്യമായ പ്രചാരണം രണ്ടു കൂട്ടരും നടത്തുമ്പോൾ PV അൻവർ ഇവിടെ വ്യക്തികളെ എടുത്ത് അധിക്ഷേപിക്കുകയാണ്, വ്യക്തികൾക്കെതിരെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യം എന്താണ്? പണപ്പിരിവ് നടത്തി, പണം പറ്റിക്കുന്നു, കൃത്യമായി എല്ലാ വർഷവും പരിപാടി നടത്താറുണ്ടെന്ന് പറയുന്നു, പിരിവ് നടത്തുന്നു, ആ പണം തട്ടുന്നു. അതിന്റെ മുന്നേ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചൊന്ന് പറയും.
എന്താണ് എന്ത് പറയുമ്പോൾ അത് പറയില്ല, മറ്റേത് പറയുന്നു പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? കോളറിന് പിടിച്ചു പിരിവ് നടത്തുന്നു പറഞ്ഞില്ലേ? അതിന്റെ മുന്നേ പറഞ്ഞത് എന്താ? കോളറിന് പിടിച്ചു പിരിവ് നടത്തുന്നു പറഞ്ഞില്ലേ? അതിന്റെ മുന്നേ പറഞ്ഞത് എന്താ? അതോട് പറഞ്ഞു. അത് ഇവിടുത്തെ നിലമ്പൂരിലെ മനുഷ്യർക്ക് അറിയുന്ന കാര്യമാണ്. അതൊരു വ്യക്തിപരമായ ആരോപണമല്ല. അതിവിടെ ഈ പാട്ടുത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അതിന്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങളോട് പറയൂ. ആര്യാടൻ ഇത് ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങളും പറയും. മുഴുവൻ കാര്യങ്ങളും പറയാം. ഷൗക്കത്തിനെതിരെയാണ് പറഞ്ഞത്. ഷൗക്കത്ത് സിനിമയെടുത്തു, വലിയ കുറ്റമായി. എന്താണ് പറഞ്ഞത്? ഷൗക്കത്ത് സിനിമയെടുത്തു, ഷൗക്കത്ത് മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്നു, അപ്പുറത്ത് സ്വരാജാകട്ടെ ഹിന്ദുക്കളെ വെറുപ്പിക്കുന്നു. അൻവർ ഇന്ന് ഉന്നയിച്ചത് ഷൗക്കത്തിനെ എന്തുകൊണ്ടാണ് അൻവർ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് പറഞ്ഞത്. എന്തതിന്റെ വിശദീകരണമാണ് പറഞ്ഞത്. എന്താ കാരണം? ഒന്ന്, അൻവർ മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ വിശദീകരണം എന്ന രീതിയിലാണ് അൻവർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഷൗക്കത്ത് ഈ സ്ഥാനാർത്ഥിത്വത്തിന് യോഗ്യമല്ല, അല്ലെങ്കിൽ അൻവറിന് തന്നെ സ്വയം മത്സരിച്ചാൽ പോലെ യോഗ്യമല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ പ്രധാന നിങ്ങൾ പറഞ്ഞു ഞാൻ പറയണ കേസ് കൊടുപ്പിച്ചത് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് കൊടുപ്പിച്ചതൊക്കെ ആര്യടൻ ഷൗക്കത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ് PV അൻവറിന്റെ ആരോപണം. അതാണ് യഥാർത്ഥ പ്രശ്നം, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആര്യടൻ ഷൗക്കത്തിനോട് PV അൻവറിനുള്ള വിരോധം അല്ലേ? ഇതാണ് കച്ചവടമാണ് അടിസ്ഥാന പ്രശ്നം. വ്യക്തിവിരോധം. പറയൂ. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധമല്ല പ്രശ്നം. അതങ്ങനെയാണ്, അതെന്നെ പറയാൻ അൻവറിനെ. വ്യക്തിവിരോധമല്ല എല്ലാവർക്കും പറയുന്ന ആളല്ലേ അൻവർ. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഇന്ന് അൻവർ വിശദീകരിച്ചതിന്റെ വിശദീകരണം ഞാൻ തരാം. അൻവർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അൻവർ പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് യോഗ്യനല്ല. സിനിമയെടുത്തു അത് വലിയ കുറ്റമായി എന്നല്ല. പാഠമൊന്ന് വിലാപം എന്ന് പറയുന്ന സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഇസ്ലാമോഫോബിയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 2, ഏത് കാലത്താണ് എടുക്കുന്നത്? ഇവിടെ ന്യൂനപക്ഷത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് സിനിമ എടുത്താൽ അവാർഡ് കിട്ടുമെന്നുള്ള പ്രയോഗം ദുഷ്ടബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് പറയാവുന്ന ഒരു കാര്യം, ഏത് കാലത്ത് എടുത്ത സിനിമയാണത്? അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമി കാലവും സമയവും ഒക്കെ മാറ്റി എഴുതിക്കൊണ്ട് ആരോപണം ഉന്നയിക്കരുത്. രണ്ടാമത്തത്, കാലവും മാറ്റം ഒന്നുമില്ല. ഇതിന് കാലം മാറി ആര്യാടൻ ഷൗക്കത്ത് മാറിയോ? ആര്യാടൻ ഷൗക്കത്ത് മാറിയെന്നുള്ളതല്ല. അങ്ങനെ ഒരു ദുരാചാരം ഉണ്ടെങ്കിൽ അത് പറയണ്ടേ? പറയാൻ ആരെങ്കിലും വേണ്ടേ? കൊള്ളാമല്ലോ. ഇതേ PV അൻവർ തന്റെ കുടുംബത്തിൽ നിന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനെ കുറിച്ചും നല്ല ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അവനവന് തരാതരം പോലെ പറയാം. പാഠമൊന്ന് വിലാപത്തെ കുറിച്ചല്ല സ്മൃതി പറയുന്നത് പെരുമഴക്കാലത്തെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് പാഠമൊന്ന് വിലാപത്തിനെ കുറിച്ചാണ്. പാഠമൊന്ന് വിലാപത്തിന്റെ കഥ മനസ്സിലാക്കൂ. അതിലെ കഥ അലിഗറിൽ പോയി തീവ്രവാദിയാകുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കഥയാണ്. അതിനെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കി. അവിടെ പോയി അൻവർ പറയുന്ന കാര്യം, ആ സിനിമ അവതരിപ്പിക്കുന്ന കാര്യം, സിനിമ പറയുന്ന കാര്യം, അത് യുവാക്കളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അതിനെതിരെയാണ്. അത് യുവാക്കളിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിച്ച, ഞാനൊക്കെ യുവാവായിരുന്ന സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. അന്ന് അത് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു ഹെയ്റ്റിനെ കുറിച്ച് ഇന്നും ഞങ്ങൾക്ക് വേദനയുണ്ട്. അതിനെക്കുറിച്ചാണ്, അത് വോട്ടർമാരായ യുവാക്കൾ ഉണ്ടാക്കുന്ന വേദനയെക്കുറിച്ചാണ് അൻവർ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ അൻവറിന്റെ പ്രശ്നം പാണക്കാട് തങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടിന്റെ, എന്തേ തങ്ങളെ വീട്ടിലേക്ക് പോലീസ് പോകാത്തത് എന്ന് LDFന്റെ കാലത്ത് അല്ലെങ്കിൽ UDFന്റെ കാലത്ത് മുഹമ്മദ് സഹീദ് റൂമി ഓരോ കാലത്തും ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രതികരണങ്ങൾ, അങ്ങനെ ഇപ്പോൾ അൻവറിന്റെ എടുത്തു നോക്കിയാൽ എന്തൊക്കെ കിട്ടും? സ്വരാജിനെ പ്രകീർത്തിച്ച്, പിണറായി വിജയനെ പ്രകീർത്തിച്ച് നടത്തിയ മുൻപുള്ളതല്ലേ അല്ലേ? ഇപ്പോൾ പാണക്കാട് തങ്ങൾമാർക്കും പാണക്കാട് തറവാറിനും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തിനാണ് അൻവർ ഉന്നയിക്കുന്നത്? അൻവറിനല്ല പ്രശ്നം. നിങ്ങൾ
സ്മൃതി, അൻവറിനല്ല പ്രശ്നം. ഇതിവിടുത്തെ UDFന്റെ വോട്ടർമാരായ മുസ്ലിം പൊതുസാമാന്യം അംഗീകരിക്കില്ല എന്നാണ് ഇത് അൻവർ പറയാൻ പറഞ്ഞിട്ടല്ലേ ശ്രമിച്ചത്. 2016 വോട്ട് കിട്ടിയത്. അതില് ഉറച്ചു ഇത് നിൽക്കുന്നു. പറഞ്ഞിട്ടല്ലേ 2016 വോട്ട് കിട്ടിയത്. 2025 പാതി വഴിയിൽ ഇറങ്ങി പോകുമ്പോഴും അത് തന്നെ പറഞ്ഞാൽ കിട്ടുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? ആ പ്രതീക്ഷയല്ലേ ഇവിടെ 2016 നിങ്ങൾ തന്നെ പറഞ്ഞു ജയിച്ചു എന്ന്. അതന്നെയല്ലേ അതിൻ്റെ ഉത്തരം. അത് പറഞ്ഞാൽ വോട്ട് കിട്ടും. ജനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പാഠം 1 വിലാപം എന്തായിരുന്നു സിനിമ? ബാലവിവാഹത്തെ കുറിച്ചല്ലേ? ഇപ്പൊ മീര ജാസ്മിൻ അഭിനയിച്ച സിനിമയല്ലേ? പാഠം 1 വിലാപം. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോ? അല്ല, ഗൂഗിൾ ചെയ്ത് എങ്ങനെ കണ്ടുപിടിച്ചാലും അതാണോ കഥ? എന്താ ഒരു പരിഹാസം. പെരുമഴക്കാലമാണ്. അല്ല, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. അല്ല, ചോദ്യത്തിന് ഉത്തരം പറയാണ്ട് പരിഹസിച്ചിട്ട് കാര്യമില്ല. ഉത്തരം പറഞ്ഞിട്ട് പരിഹസിക്കൂ. പരിഹാസമല്ല, ഉത്തരം പറഞ്ഞിട്ട് പരിഹസിച്ച കുഴപ്പമില്ല. അല്ല, ഞാൻ ആദ്യം ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താ? അപ്പൊ താങ്കൾ ചോദ്യം ചോദിക്കാനാണോ ഇവിടെ ഇരിക്കുന്നത്? ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ മാത്രം ചോദിച്ചാൽ മതിയോ? അല്ല, ഉത്തരം പറയൂ. ഞാൻ ഉത്തരം തന്നെ ഞാൻ ചോദ്യം ചോദിക്കാനാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറയാൻ ആ സിനിമ പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു. ഞാൻ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെ സംഗതി ഞാൻ പറയാം. അൻവർ നമ്മൾ ആ കഥയൊക്കെ വിടാം. അൻവർ ഇവിടെ ഉന്നയിച്ച രാഷ്ട്രീയം, അൻവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ, അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ ആള് ഇതിന് ആപ്റ്റല്ല, ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ ആപ്റ്റല്ല എന്ന് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലാതെ വ്യക്തിപരമായ ആരോപണമല്ല ഇതൊന്നും. ആ വ്യക്തിപരമായ ആരോപണമല്ലാത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇനി ബാക്കി നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇല്ല, താങ്കൾ ചോദിച്ചതിനൊന്നും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഞാൻ ഷാഫി ചാലിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമി, ദൈവനാമത്തിൽ എന്ന സിനിമയായിരിക്കണം താങ്കൾ ഒരുപക്ഷെ ഉദ്ദേശിച്ചത്. പെരുമഴക്കാലം കമലിന്റെ ചിത്രമാണ്. താങ്കൾക്കും ഗൂഗിൾ ചെയ്യാം കേട്ടോ. ഞാൻ ഇനി ഷാഫി ചാലിയത്തിലേക്ക് പോകുന്നു. ഷാഫി ചാലിയം, ഇപ്പോൾ പൂർണ്ണമായിട്ടും ഷൗക്കത്ത് ജയിക്കരുത്, ഇതാണ് ആത്യന്തികമായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാനോ സ്വരാജോ ജയിച്ചാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല, ഇതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ പറഞ്ഞ് അവസാനിപ്പിക്കലിൽ അദ്ദേഹത്തിൻ്റെതായ കുറേ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് UDF നേരിടാൻ പോകുന്നത്? അല്ല, ഇതിൻ്റെ ഉത്തരം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDFും അൻവറും തമ്മിൽ കഴിഞ്ഞ തവണ നടന്ന മത്സരം, അതിൽ UDFന് എത്ര വോട്ടാണ് കിട്ടി? ആ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയാൽ മതി. കാരണം ഇടതുപക്ഷത്തിന് അവിടെയുള്ള വോട്ട് വളരെ കൃത്യമാണ്, 60,000-ൽ താഴെയേ ഉള്ളൂ. സ്വാഭാവികമായും ബാക്കി വോട്ട് അൻവർ കൊണ്ടുവന്നതാണ്. അപ്പം അൻവറിൻ്റെ ആളുകളെ വോട്ട്, ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ട് അൻവർ കൊണ്ടുപോകും. അത് കൊണ്ടുപോയാൽ കുറേ കൂടിയും വിജയം ഈസിയായി മാറും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി UDF നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടെയാണ്. ഓരോ ബൂത്തും ഇപ്പോൾ 263 ബൂത്തുണ്ട്. ഒറ്റ ദിവസമാണ് 263 ബൂത്തിലും കൺവെൻഷൻ ചേർന്നതും പിന്നെ മറ്റു സജ്ജീകരണങ്ങൾ നടത്തിയതും. അപ്പം ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഒരു സ്വഭാവം, UDF ഒരു സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ്റെ വിജയം വരെ അക്ഷീണമായി ആ കാൻഡിഡേറ്റിന് വേണ്ടി, ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ്. പരമാവധി പ്രകോപനങ്ങളോട് വല്ലാതെ ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതികരിക്കാൻ പോവാറില്ല. അൻവറിൻ്റെ വിഷയത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അൻവറിൻ്റെ സാന്നിധ്യം UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനെ ബാധിക്കില്ല എന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ ചുക്കാൻ പിടിക്കുന്ന ആളുകളുമായുള്ള സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചതിന് ശേഷം ഞാനൊരു ചോദ്യം ചോദിച്ചു, സ്മൃതി കേട്ടതാണല്ലോ. അതിന് രണ്ട് കൂട്ടർക്കും മറുപടിയില്ല. VV രാജേഷിനോടൊരു ചോദ്യം ഇതിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. പ്രകാശ് ജാവ്ദേക്കർ എന്ന BJPയുടെ ദേശീയ നേതാവ്, കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി EP ജയരാജൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് കണ്ടു. അതെന്തിനാണ് കണ്ടത്? ഇതുവരെ ഇവരാരും അത് മറുപടി പറയുന്നില്ല.
വല്ല കല്യാണത്തിന് ക്ഷണക്കത്ത് കൊടുക്കാനൊന്നും ഇല്ലല്ലോ പോയത്. ഈ ഏതെങ്കിലും ഒരു BJP-കാരന് വീട്ടിൽ പോയിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് ഈ പ്രകാശ് ജാവ്ദേക്കർ കാണുമോ? പ്രകാശ് ജാവ്ദേക്കർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഈ BJP നേതാക്കൾ ചെയ്യുക. എന്നാൽ EP ജയരാജൻ അങ്ങോട്ട് പോയി കണ്ടത് എന്തിനാ? ഇന്ന് വരെ ആരും ഉത്തരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്, ഈ ADGP-യുമായി ബന്ധപ്പെട്ട ഈ വിവാദം, ഇത് കേരളത്തിൽ വലിയ പ്രശ്നമല്ലേ? പൂരം കലക്കലടക്കമുള്ള ഓരോരോ വിഷയങ്ങൾ ഇപ്പം തന്നെ നോക്കി നിങ്ങൾ. BJP-ൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, ആ സ്ഥാനാർത്ഥിൻ്റെ പേരൊന്ന് VV രാജേഷിനോട് ചോദിച്ചു നോക്കിയാണ്. ഒന്ന് ചോദിച്ചു നോക്കി, ഒന്ന് പരിശോധിക്കേണ്ടി വരും. മനസ്സിലായോ? ആ ഫോട്ടോ കണ്ടാലും ഓട്ടത്തിൽ ഇങ്ങനെ കണ്ടതല്ല, പേരെന്താണെന്ന് രാജേഷ് പറയുന്നത് ഒന്ന് റെഫർ ചെയ്യേണ്ടി വരും. BJP സ്ഥാനാർത്ഥി UDF-ന്റെ സംഭാവനയാണെന്നാണ് ഇന്ന് സ്വരാജ് പറഞ്ഞത്. അതിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു SFI-ന്ന് മഹത്തായ ഒരു സംഭാവന BJP-ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച, ഇല്ലേ? എത്ര സംഭാവനകളുണ്ട്? UDF-ൻ്റെ സംഭാവനയല്ലേ പാലക്കാട്ട് സ്ഥാനാർത്ഥി, അല്ലേ സരീന്? അങ്ങനെ കുറേ ആളുകൾ, ഭിക്ഷാന്തേഹികൾ, ഭാഗ്യാന്വേഷികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ആ പോയവർക്ക് ഇവർ കൊടുത്ത പ്രോത്സാഹനം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. KV തോമസിന് വലിയ സ്ഥാനം കൊടുത്തു. അനിൽകുമാർ എന്തായിരുന്നു അദ്ദേഹത്തിന്? ഒഡേപെക്കിൻ്റെ ചെയർമാൻ. ഇപ്പം ഈ സരിന് സ്റ്റേറ്റ് സർക്കാരിൽ വലിയ ഇമ്മൻസ് സാലറിയിൽ ജോലി കൊടുത്തു. ഒരു വട്ടം മത്സരിച്ച് തോറ്റേന്, 3 വട്ടം മത്സരിച്ച് തോറ്റ ഒരുത്തനുണ്ട് അവിടെ, ജെയ്ക്ക് തോമസ്. അവനക്കൊന്നും പണിയില്ല. ഇന്നലെ കയറി ഇങ്ങോട്ട് വന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പദവികൾ. ഇവർ കുറേ ഈ നമ്മളെ ഇവിടെ ഇരിക്കുന്ന കുറേ പഴയ സഖാക്കൾ SFI-യും തല്ലും കൊണ്ടും ഒക്കെ DYFI തരുന്ന പോലെ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. എളുപ്പത്തിൽ ഇപ്പം ഞാനൊന്ന് അങ്ങോട്ട് വന്ന് നോക്കട്ടെ, വലിയ സാധനം തരും. അതിൻ്റെ ഉള്ളിൽ കൊടി പിടിച്ച് ക്ഷയരോഗം പിടിപെട്ട് മരിച്ചു പോകാമെന്നല്ലാതെ പരിഗണന കാല് മാറി വരുന്നവനാണ്. അവിടെയാണ് രസം. അപ്പോൾ കാല് മാറി വരുന്നവർക്കൊക്കെ വലിയ പരിഗണനയാണ്. അത് ഇവർ മാത്രമല്ല, BJP-യോ തന്നെയാണ്. ഇപ്പോൾ ഒരു കാല് മാറി വന്ന അയാൾ കേരള കോൺഗ്രസിൽ ഏതാ ഗ്രൂപ്പ് ചോദിച്ച ബാക്ക് പറയാൻ കഴിയില്ല. കേരള കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവ് അത്രേ. അതിൻ്റെ പേര് പോലെ ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. ആ പേര് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പഠിപ്പിച്ചെടുക്കാൻ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രഹസനല്ലേ? ഇവർ തമ്മിലുള്ള ഡീല് നമുക്കറിയുകയല്ലേ? ശരി, VV രാജേഷ് വേഗം മറുപടി നൽകാം. BJP-ക്കെതിരെ കൂടുതലായി പറഞ്ഞുകൊണ്ട് താങ്കളൊന്ന് ആദ്യം മറുപടി നൽകാം. ഇന്നലെ സനോജിലേക്ക് പോകണം, അധികം സമയമില്ല. താങ്കൾക്ക് മറുപടി നൽകാം. BJP പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്യുമോ എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അല്ല, ലീഗിന് ഒരുപാട് സംശയങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ സംശയമൊന്നും തീർക്കാൻ വേണ്ടി എനിക്ക് സമയമില്ല. പിന്നെ അതൊക്കെ അവർ സ്വാഭാവികമായിട്ട് തീർത്തുള്ളൂ. അദ്ദേഹം പല ചോദ്യങ്ങളും ചോദിച്ചു, സ്ഥാനാർത്ഥിയുടെ പേരറിയാമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഒരു വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ അതും പറയുന്നില്ല. പ്രകാശ് ജാവ്ദേക്കർജിയെ പരാമർശിച്ചൊരു കാര്യം പറഞ്ഞു, EP ജയരാജനെ കണ്ടിരുന്നു. ഞങ്ങൾ കാണും. ഞങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഞങ്ങളോട് യോജിക്കുന്നവരോടും വിയോജിക്കുന്നവരോടും കാണും. പിന്നെ പ്രകാശ് ജാവ്ദേക്കർ BJP പ്രവർത്തകരുടെ, എൻ്റെ വീട്ടിലുൾപ്പെടെ, ബൂത്ത് പ്രസിഡന്റുമാരുടെ വീട്ടിലുൾപ്പെടെ കിട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹം പോകും. അതോടൊപ്പം തന്നെ ഞങ്ങളുമായി ശക്തമായി വിയോജിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാരെ കാണും. എത്രയോ ലീഗിന്റെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ചിലത് വാർത്ത വന്നിട്ടുണ്ട്, ചിലർ രഹസ്യമായിട്ടാണ് കണ്ടത്. അബ്ദുള്ള കുട്ടി ഒരു കാലഘട്ടത്തിൽ UDF-ന്റെ നേതാവായിരുന്നു, അതിനുമുമ്പ് CPM ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. ഇതുപോലെ കണ്ടതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പലരെയും കാണും. അക്കാര്യങ്ങളിലൊന്നും ലീഗിന് യാതൊരു ആശങ്കയും വേണ്ട. സ്മൃതി, ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്തിനോട് PV അൻവറിനുള്ള ദേഷ്യം ആശയപരമായുള്ള ദേഷ്യമോ അവിടെ പാട്ടുത്സവത്തിന് പണപ്പിരിവ് നടത്തിയതൊന്നുമല്ല. PV അൻവറിന്റെ വാട്ടർ തീം പാർക്കിനെതിരായിട്ട് നിരവധി കേസുകൾ കൊടുത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കോടിക്കണക്കിന് രൂപ വക്കീൽ ഫീസ് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അൻവറിന്. അപ്പോൾ അതിന്റെ പിന്നിൽ ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ആശയപരമായ ഭിന്നതയൊന്നുമില്ല. അപ്പോൾ ഞാൻ അതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കച്ചവടം, വാട്ടർ തീം പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം, സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തർക്കം, ഈ തർക്കം, കച്ചവടത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഈ തർക്കമാണ് ഇന്ന് നിലമ്പൂരിനെ ഒരു നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടി മാസം ശേഷിക്കെ കേരളത്തെ 8-10 കോടി രൂപയുടെ ചെലവ് ഈ രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിടുന്നത്. ഈ മലീമസമായ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയാണ് മോഹൻ ജോർജിനെ മത്സരിപ്പിച്ചുകൊണ്ട് BJP ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഏറ്റവും ശക്തമായുള്ള ശുദ്ധമായ രാഷ്ട്രീയം പറയുവാനും പോരാടാനും സാധിക്കുന്നത് BJPക്ക് മാത്രമാണ് എന്നുള്ളതാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ തെളിയാൻ പോകുന്നത്. ശുദ്ധമായ രാഷ്ട്രീയമാണ്. ശരി, അതിൽ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനാവശ്യമായ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് കിട്ടും അല്ലേ?
അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്, അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിനെ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അല്ല, പിണറായി വിജയൻ ഇവിടെ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ആദ്യത്തെ സംഭവമാണോ? പറഞ്ഞിട്ടില്ലോ അങ്ങനെ. ശരി, സനോജിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞങ്ങൾ അരുവിക്കരയിൽ നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മടങ്ങിയെത്താം. സനോജ്, ഇപ്പോൾ ഹൈന്ദവ വിരുദ്ധനാണ് സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ട് CPM കിട്ടാവുന്ന ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കുക, ഇപ്പുറത്ത് മുസ്ലിം വിരോധിയാണ് യഥാർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ് ഇവിടെയും ഭിന്നിപ്പിക്കുക. ഇതാണ് അൻവറിന്റെ തന്ത്രം. ഇത് കുറച്ചെങ്കിലും അൻവറിന് അനുകൂലമായ വോട്ട് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ലേ? സ്മൃതി, ഇതിനകത്തിപ്പോൾ 3 പേരും CPM-നെതിരായിട്ട് LDF-നെതിരായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം സമയം അനുവദിക്കണം. ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒന്നിപ്പം അൻവറിൻ്റെ വാദവും അതുതന്നെയാണ്, ലീഗും UDF-ലെ കക്ഷികളുമെല്ലാം ഉന്നയിക്കുന്ന കാര്യവും അതുതന്നെയാണ്. അതായത് M സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു തരംഗമുണ്ട്. ആ തരംഗത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള അന്വേഷണമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആകെ വിരളി പിടിച്ചിട്ടുള്ള ആളുകൾ ഈ UDF-ൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ വർഗീയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തോ ഷാഫി ചാലിയം ഒരു മഹത്തായ ചോദ്യം എന്ന നിലയിൽ ഒരു ചോദ്യം ഇവിടെ അവതരിപ്പിച്ചല്ലോ. എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവജ്ഞയാണ് തോന്നിയത്. ഞാനതാണ് ആ ഘട്ടത്തിൽ പ്രതികരിക്കാതിരുന്നത്. അദ്ദേഹം എന്താ ചോദിക്കുന്നത്, RSSൻ്റെ ആളുകളെ കാണാൻ CPM-ൻ്റെ RSSനെ CPM വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരുമായിട്ട് രഹസ്യ ബാന്ധവം അല്ലേ. അതേസമയത്ത് STPയുടെ ആൾ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുന്നേ പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ചർച്ച നടത്തി എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞാൽ CPIM മുസ്ലിം വിരുദ്ധമായ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് പോപ്പുലർ ഫണ്ടുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ CPIM നടപടിയെടുത്തേനെ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഈ ഷാഫി ചാലിയവും ലീഗും ഒന്നും CPM-ന് സർട്ടിഫിക്കറ്റ് എഴുതാനായിട്ടില്ല. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ടുപേരോടാണ് മതനിരപേക്ഷ നിലപാടിനെ എത്രയോ ഉയരത്തിൽ, നിങ്ങളോട് മാത്രമല്ല പറയട്ടെ BJP-യുടെ GV രാജേഷിനോടും അതൊക്കെ ഞാൻ കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, CPIM ദേശീയ രാഷ്ട്രീയത്തിൽ, CPIM കേരളത്തിൽ RSS വിരുദ്ധമായ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നതിന് ഷാഫി ചാലിയത്തിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾ എഴുതിയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം 4ആയി മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. CPIM അങ്ങനെ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് കേരളത്തോട് തന്നെ വിരോധം അല്ലേ. CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് കേരളത്തോട് RSSന്റെ വിരോധം. എന്തേ ഷാഫി ചാലിയം വയനാട് ദുരന്തമുണ്ടായി, പ്രധാനമന്ത്രി നേരിട്ടെത്തി, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഒരു 5 പൈസ ഇവിടെ കൊടുത്തില്ലല്ലോ. ഷാഫി ചാലിയത്തിന്റെ പാർട്ടി എന്തെങ്കിലും ഒരു പ്രക്ഷോഭം കേന്ദ്രത്തിനെതിരെ നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ട് കൊടുത്തില്ല എന്നതിൻ്റെ ഉത്തരം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് കൊടുത്തില്ല എന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ മാതൃഭൂമി പത്രമുണ്ട്, ഇന്നിറങ്ങിയ പത്രം, മാതൃഭൂമി പത്രം. ഈ പത്രം നിങ്ങൾ സൂം ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ഒന്നാമത്തെ വാർത്ത എന്താണെന്ന്, ഇരട്ട നീതി എന്നാണ്. എന്താ ഇരട്ട നീതി? 2018 കേരളത്തിന് വിദേശ രാജ്യത്തിൽ നിന്ന് മഹാരാഷ്ട്ര കൊടുത്തു കേരളത്തിന് അർഹമായ വിഹിതം, അർഹമായ സംഭാവന. അത് തടയാൻ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നു. ആ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോ എന്നാ പിന്നെ തടഞ്ഞോട്ടെ എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ഇന്നിപ്പോൾ മഹാരാഷ്ട്രക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു, മഹാരാഷ്ട്രക്ക് അത് വാങ്ങാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. ഇരട്ട നീതി എന്ന് കേരളത്തിലെ പത്രങ്ങൾ ഒന്നാമത്തെ പേജിൽ വാർത്ത കൊടുക്കുന്നു. എന്തുകൊണ്ടാ? കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചത് കൊണ്ടാണ്, ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, ഇടതുപക്ഷം RSS വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ ഇരട്ട നീതി എന്നെല്ലാമുള്ള ക്യാപ്ഷൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് ഷാഫി ചാലിയം RSS വിരോധത്തിന് CPM-ന് മാർക്കിടാൻ വേണ്ടി രേഖപ്പെടുത്താൻ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ശല്യപ്പെടുത്തില്ല, ഇടക്ക് കയറി പറയില്ല, അത് മനിത പാലിക്ക്. ഞാനൊരു കാര്യം കൂടി പറയാം. പിന്നെ നിങ്ങൾക്കല്ലേ RSSന്റെ മനസ്സിലാവാത്തത്? നിങ്ങളല്ലേ ഈ മുൻ DGP ഈ സെൻകുമാറിന് വേണ്ടിയിട്ട് വലിയ വാദങ്ങൾ ഉന്നയിച്ചത്? സുപ്രീം കോടതിയിൽ കേസിന് പോയത് ആരാ? അയാളെ സഹായിച്ച വക്കീലാരാ? ഹാരിസ് ബീരാൻ ലീഗിന്റെ ആരാണ്? ഞാൻ പറയണോ? UDF-ന്റെ ഏത് നേതാവാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്? ആരൊക്കെയാണ് പ്രസ്താവന ഇറക്കിയത്? അന്നേ പിണറായി വിജയൻ പറഞ്ഞിരുന്നു അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന്. ഒടുവിൽ സെൻകുമാർ എവിടെയെത്തി? ജേക്കബ് തോമസ് എവിടെയെത്തി? അവർക്കെല്ലാം വേണ്ടിയായിരുന്നല്ലോ നിങ്ങൾ വലിയ വാദം നടത്തിയത്. അതുകൊണ്ട് RSSന് മനസ്സിലാക്കാൻ, നോക്കി ഇടപെടാനൊക്കെയുള്ള ശേഷി
പിണറായി വിജയനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്, കേരളത്തിലെ പക്ഷേ ഭരണത്തിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ സനോജ്, ഒരു പറഞ്ഞ ഒരു സംശയം കാര്യത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സഹീദ് റൂമി സെൻകുമാറിനെതിരെ ഒരു- പറഞ്ഞതുപോലെ പറയട്ടെ, രൂക്ഷമായ പറയട്ടെ. പ്രതികരണം അല്ല, അവര് പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ രൂക്ഷമായ ചോദിച്ചില്ലല്ലോ. പ്രതികരണം MR അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പറയാനുണ്ട്. ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായി RSSുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടുന്നതും ചർച്ച നടത്തുന്നതും ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ RSS ഇവിടെ നിരോധിക്കപ്പെടാത്ത കാലത്തോളം നിയമപരമായി അതിനകത്ത് നടപടിയെടുക്കാൻ, IPS ഉദ്യോഗസ്ഥരിൽ നടപടിയെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് നിയമവാഴ്ചയുള്ളൊരു സംസ്ഥാനം എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. അത് ഇല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കാവുമോ? ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും ആവുമോ? ആ യാഥാർത്ഥ്യമല്ലേ ഞങ്ങൾ പറയുന്നത്. എന്നാൽ രാഷ്ട്രീയമായി പ്രതികരണത്തിൽ പരിമിതിയുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടേണ്ട പ്രതികരണത്തിൽ പരിമിതിയുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. അത് പ്രതികരണത്തിൽ നിന്ന് ഒരു പരിമിതിയുമില്ല. പരിമിതിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രധാനപ്പെട്ട ചർച്ച എന്ന രൂപത്തിൽ കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ അധിക്ഷേപം, വർഗീയമായ പ്രചരണം, ഹിന്ദു വോട്ടുകൾ കിട്ടില്ല എന്ന് പറഞ്ഞുള്ള പ്രചരണം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിൽ വന്ന ചർച്ചയാണ്. കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിൽ വന്ന സന്ദേശം എന്താണെന്നറിയാമോ? സ്വരാജ് നടത്തിയിട്ടുള്ള പരമാവധി RSS വിരുദ്ധ പ്രചരണങ്ങൾ നിങ്ങൾ പുറത്തുവിടണം. ആരാ പറയുന്നത്? UDFന്റെ ഗ്രൂപ്പിലാ. എന്തിനാ? RSS വിരുദ്ധമായ RSSന്റെ ഓടുള്ള വിരോധം, ആ വോട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് സമാഹരിക്കാൻ കഴിയുമോ എന്ന UDF ആലോചിക്കുന്നത്. നിലമ്പൂരിലെ RSS വോട്ടാണോ കൂടുതൽ? അല്ല, നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെയാണോ? നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെ ചിന്തിക്കുന്നവരാണോ? അല്ലല്ലോ. നിലമ്പൂരിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളല്ല അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അതെ, അത് ബോധ്യപ്പെടാൻ വേണ്ടി പോകുന്നേ. പിന്നെ അതെങ്ങനെയാണ് ഗുണം ചെയ്യുക? ഞാൻ ചോദിച്ചത് അൻവർ പറഞ്ഞതിനെ കുറിച്ചാണ്. അൻവർ പരസ്യമായി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അൻവർ പറയുന്നു ശബരിമല പ്രക്ഷോഭം, അതിൽ സ്വരാജ് എടുത്ത നിലപാട്, നടത്തിയ പ്രതികരണം, പറഞ്ഞില്ലേ ഈ ചർച്ചയിൽ? അതാണ് അൻവർ പറഞ്ഞത്. അൻവർ മാത്രമല്ല സ്മൃതി, ഈ ചർച്ചയിൽ ഷാഫി ചാലിയെ എന്താണ്? ശരി, ഈ ചർച്ചയിൽ ഷാഫി ചാലിയെ ഉന്നം വെച്ചത് എന്താണ്? ഷാഫി ചാലിയം പറഞ്ഞല്ലോ, പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച വെറുതെ വിട്ടു. വർഗീയതയല്ലേ ഷാഫി ചാലിയം പറഞ്ഞത്? ശരി, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അവസാനിപ്പിച്ചത്. ഷാഫി ചാലിയം താങ്കൾക്ക് വ്യക്തത വരുത്താം. ചർച്ചയിൽ ഇരിക്കുന്ന ഷാഫി ചാലിയം തന്നെ ശരി ശരി, വേഗം വേഗം. പറയട്ടെ, എന്റെ അവസരമാണ്. കടുത്ത വർഗീയ പ്രചരണത്തിലേക്കാണ് നയിക്കുന്നത്. രഹസ്യമായി നടത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ സനോജ്. വർഗീയ പ്രചരണം എന്നുള്ളത് രഹസ്യമായി നടത്താൻ കഴിയുന്നതല്ല. രഹസ്യമായി നടത്താൻ കഴിയുന്നതല്ല. ആ പ്രചരണം നമ്മളിപ്പോൾ കാണുന്നത് അൻവറിന്റെ ഭാഗത്തു നിന്നാണ്. അൻവറിന്റെ പ്രതികരണത്തിലാണ് നമ്മളത് കണ്ടിട്ടുള്ളത്, മറ്റേത് കണ്ടിട്ടില്ല. എന്നെ പറയാൻ അനുവദിക്കണം. വർഗീയ പ്രചരണം രഹസ്യമായി നടത്താൻ കഴിയില്ല. അതായത് ഇന്റെ ചോദ്യത്തിന് ഈ രണ്ട് കൂട്ടർക്കും മറുപടിയില്ല. ഞാൻ ചോദിച്ചത് എന്താണ്? വളരെ കൃത്യമല്ലേ? അതിന് മാന്യമായൊരു മറുപടി ഇവർക്ക് തരാവുന്നതല്ലേ? ഞാൻ ചോദിച്ചത് എന്താ? നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞു അല്ലല്ല, എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? അല്ല, എന്നെയും നിങ്ങൾ എന്നെ പറയാനൊന്ന് അനുവദിക്കും. കോൺഗ്രസിന്റെ നിങ്ങളെ ചോദ്യത്തിന് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. സനോജ് എനിക്ക് നേരെ ഉയർത്തി ആരോപണത്തിന് എന്താണ് സ്മൃതി എന്നെ പറയാൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ട് എനിക്ക് അവസരം തരുന്നില്ല? അല്ല, എനിക്കെതിരെ ആക്ഷേപം ഉയർത്താൻ അവസരം കൊടുക്കുന്നു. എല്ലാം വ്യക്തമായില്ലല്ലോ. ഞാൻ പറഞ്ഞാലല്ലേ വ്യക്തമുള്ളൂ. എന്താ ഇദ്ദേഹം പറഞ്ഞത്? നിരോധിക്കപ്പെടാത്ത സംഘടനയായതുകൊണ്ട് പരിമിതികളുണ്ട് പറഞ്ഞു. അവിടെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് സംസാരിച്ചതെങ്കിൽ എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് നേരെ മറുപടി പറയണം. പിന്നെ സനോജ് ഒരു കാര്യം ചെയ്തോ? സനോജ് എന്നെ വരട്ടണ്ട. ഞാൻ
നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഈ രൂപത്തിലല്ലല്ലോ അവിടെ പ്രചാരണം നടത്തേണ്ടത്, ഈ രൂപത്തിലല്ല എന്ന് രണ്ട് മുന്നണികൾക്കും അറിയാവുന്നതാണ്. രണ്ട് മുന്നണികൾക്കും അറിയാവുന്നതാണ്. ശ്രീലേഖ നിങ്ങളെ കാലത്ത് ശ്രീലേഖ പോയതിന് ഉത്തരവാദിത്തം. ശരി വളരെ നന്ദി ഷാഫി ചാലിയും, വി കെ സനോജ്, വി രാജേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമി ചർച്ചയിൽ പങ്കെടുത്തത്.